സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലുള്ള എക്സാംസിന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുത്തുന്നത്. മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസാണ് ആദ്യം. ഫസ്റ്റ് വൺ, എ ബീക്കർ ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ്. അതായത് ഒരു ബീക്കറിൽ ലിക്വിഡ് നിറച്ചിരിക്കുന്നു. 3 parts ഓഫ് വിച്ച് ആർ വാട്ടർ. ആ ലിക്വിഡിൽ 3 ഭാഗം വെള്ളമാണ്. ആൻഡ് 7 parts ആർ സം മെഡിസിൻ. അതായത് 7 ഭാഗം മെഡിസിനാണ്. വാട്ട് പാർട്ട് ഓഫ് ദ മിക്സ്ചർ ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ സോ ദാറ്റ് ദ റിസൾട്ടൻറ്റ് മിക്സ്ചർ ഹാസ് വാട്ടർ ആൻഡ് മെഡിസിൻ ഇൻ ദ റേഷ്യോ 1:1. അപ്പോൾ നമ്മൾ ആ മിക്സ്ചറിൽ നിന്ന് 3 ഭാഗം വാട്ടറും 7 ഭാഗം മെഡിസിനുമായ ആ മിക്സ്ചറിൽ നിന്ന് കുറച്ച് മിക്സ്ചർ നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിന് പകരം നമ്മളെടുത്ത അത്രയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിലേക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എന്തുമാത്രം വാട്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യണം, മിക്സ്ചറിൽ നിന്ന് എന്തുമാത്രം എടുക്കണം റീപ്ലേസ് ചെയ്യുന്ന ഒരളവാണല്ലോ. എങ്ങനെ വരണം? മിക്സ്ചറും വാട്ടറും മെഡിസിനും തമ്മിലുള്ള റേഷ്യോ 1:1 ആകണമെങ്കിൽ. അപ്പോൾ നമ്മൾ മൊത്തം 10 ലിറ്റർ മിക്സ്ചറാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് വാട്ടർ 3 ലിറ്ററാണ്, മെഡിസിൻ 7 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എക്സ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നു. എക്സ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പം നമ്മൾ ആഡ് ചെയ്ത് അത്രയും തന്നെ റീപ്ലേസ് ചെയ്യണമല്ലോ, തിരിച്ചെടുക്കണമല്ലോ. അപ്പോൾ എക്സ് ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ നമ്മൾ ആ മിക്സ്ചറിൽ നിന്ന് എടുത്തു. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇപ്പോൾ എത്രയുണ്ട്? ആദ്യം 3 ലിറ്റർ ആയിരുന്നു. 3 നമ്മൾ എക്സ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ 3 + x ആയി. ഇനി ആദ്യം ടോട്ടൽ 10 ലിറ്ററിൽ 3 ഭാഗവും എന്താണ്? വാട്ടറാണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്തു, എക്സ് ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ പുറത്തേക്ക് എടുത്തല്ലോ. അപ്പോൾ പുറത്തേക്കെടുത്ത മിക്സ്ചറിൽ വെള്ളം എത്രയുണ്ടായിരുന്നു? 3/10 x. അപ്പോൾ അത് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം, കാരണം അത് നമ്മൾ പുറത്തേക്ക് എടുത്തു പോയതാണ്. ഇനി ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? മെഡിസിൻ ആദ്യം 7 ലിറ്ററാണ് ഉണ്ടായിരുന്നത്. പിന്നെ ടോട്ടൽ നമ്മൾ എടുത്ത മിക്സ്ചർ എക്സ് ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചറാണ് നമ്മൾ എടുത്തത്. അതിൽ 7/10 ഭാഗവും എന്താണ്? മെഡിസിനാണ്. അപ്പോൾ മിക്സ്ചറിൻ്റെ ഇപ്പോഴത്തെ അളവ് 7 - മെഡിസിൻ്റെ ഇപ്പോഴത്തെ അളവ് എന്ന് പറയുന്നത് 7 - 7/10 x. അപ്പോൾ അത് ആ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആകണം. 1:1 ആകണമെങ്കിൽ എന്താണ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് (3 + x - 3/10 x). 3 + x - 3/10 x ഈസ് ഈക്വൽ ടു 7 ആണ് മെഡിസിൻ്റെ അളവ്. നമ്മളെടുത്ത മിക്സ്ചറിലെ 7/10 x. അപ്പോൾ ഇവിടെ ഈ 3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, എക്സ് ഉള്ള പാർട്സൊക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. പ്ലസ് 7/10 x എന്ന് വരും. 7 - 3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആകും. അപ്പോൾ ഇവിടെ എക്സ് 7/10 -3/10 ആകുമ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യണം. 4/10 x ഈസ് ഈക്വൽ ടു 4. 10 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 10x + 4 എന്ന് പറയുമ്പോൾ 14x. അത് 4 എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ 4 × 10 / 14. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20/7. അപ്പോൾ നമ്മൾ 20/7 ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ പുറത്തേക്ക് എടുത്തിട്ട് 20/7 ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റീപ്ലേസ് ചെയ്താൽ റേഷ്യോ 1:1 ആകും. അപ്പോൾ ടോട്ടൽ 10 ലിറ്റർ മിക്സ്ചറിൽ നിന്ന് 20/7 പാർട്ട് മിക്സ്ചർ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ പാർട്ട് ഓഫ് ദി മിക്സ്ചർ റീപ്ലേസ്ഡ് എത്ര ഭാഗം മിക്സ്ചറാണ് റീപ്ലേസ് ചെയ്തത്, ആ മിക്സ്ചറിന് പകരമാണ് നമ്മൾ വാട്ടർ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തിരിക്കുന്ന മിക്സ്ചറിൻ്റെ അളവ് ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത്
ടോട്ടൽ 10 ലിറ്റർ മിക്സ്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ x/10 പാർട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. എക്സിന് വരാൻ 20/7 എന്ന് കൊടുക്കുന്നു. 20/7 ഡിവൈഡഡ് ബൈ 10, അതായത് 20/70, അല്ലെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരും 10/1 ആണ് ആക്ച്വലി. അപ്പോൾ ഡിവിഷന് വരാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 1/10. 20/7 ഇൻറ്റു 1/10 ഈസ് ഈക്വൽ ടു 2/7. 2/7 എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 will be the present value of rupees 90,774 due 2 years hence when the interest is compounded at 23% per annum. ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ജൂൺ 2022 2 ജൂൺ 2022 നടന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഷിഫ്റ്റ് 1 നടന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെങ്കിൽ n ഇയർ 1+r/100 ഇൻറ്റു ഹോൾ റേസ് ടു n ഇയേഴ്സിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെങ്കിൽ n ഇയേഴ്സിന് ശേഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് പി ഇൻറ്റു 1+r/100 ഹോൾ റേസ് ടു n ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ല. പ്രിൻസിപ്പൽ എമൗണ്ട് പി ഇൻറ്റു 1+r/100 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 90,774 ആണെന്നാണ് തന്നിരിക്കുന്നത്. അതായത് പ്രസൻറ്റ് വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 2 വർഷങ്ങൾക്ക് ശേഷം 2 ഇയേഴ്സ് ഹെൻസ് 2 വർഷങ്ങൾക്ക് ശേഷം 90,774 ആകുമെങ്കിൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പി കണ്ടുപിടിക്കാനായിട്ട് 90,774 ബൈ 1+r എന്ന് പറയുന്നത് 23%, 23/100 ഹോൾ സ്ക്വയർ. ഇത് 90,774 ബൈ 123/100 ഹോൾ സ്ക്വയർ എന്നുള്ളത് 2 പ്രാവശ്യം എഴുതിയാൽ മതി. 123/100. 100 ന്യൂമറേറ്ററിലേക്ക് വരും. ഡിനോമിനേറ്ററിൽ 123 ഇൻറ്റു 123. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 41 വരും. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 10,086നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 246 കിട്ടുന്നു. അതിനെ വീണ്ടും 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 60,000 എന്ന് കിട്ടുന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A sells an article to B at 10% profit. B sells it to C at 25% profit. If C pays rupees 6,875 for it, then the price at which A bought is. അപ്പോൾ ഇവിടെ എ ബിക്ക് കൊടുത്ത എ ഒരു ആർട്ടിക്കിൾ ബിക്ക് 10% പ്രോഫിറ്റിന് വെച്ചു. അപ്പോൾ എ വാങ്ങിയ വില എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിൻ്റെ 10% പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ 110 110 അത്രയും വിലയ്ക്കാണ് എ അത് ബിക്ക് കൊടുത്തത്. എ വാങ്ങിയ എമൗണ്ടിൻ്റെ 10% പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ അയാളത് 100ൽ 110 വിൽക്കണം. എക്സിൻ്റെ 100ൽ 110 വിറ്റാലേ അയാൾക്ക് 10% പ്രോഫിറ്റ് ഉണ്ടായുള്ളൂ. ഇനി ഈ എക്സിൻ്റെ 100ൽ 110 ആയ എമൗണ്ട് ബി വാങ്ങിയിട്ട് ബി അത് സിക്ക് 25% വിറ്റു. അപ്പോൾ ബി ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനം അയാൾക്ക് 25% ലാഭം ഉണ്ടാകണമെങ്കിൽ 100ൽ 125 വിൽക്കണം.
അപ്പോൾ സി, അതായത് ആദ്യം എ വാങ്ങിയ സാധനം അയാൾ 100-ൽ 110 ബിക്ക് കൊടുത്തു. അതേ സാധനം 100-ൽ 125 എമൗണ്ടിന് അയാൾ ബി സിക്ക് കൊടുത്തു. അപ്പോൾ സി കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 6875 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 100 ഇങ്ങോട്ട് കൊണ്ടുവരാൻ 6875 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 125. ഇപ്പം 125 ഇൻറ്റു 4 കൂടെ ഒരു 10 ഉണ്ട്, 5000. അപ്പോൾ ആൻസർ 5000 ആണ്. ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 13 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് സൈഡ്സ് ABC ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ എസ് എന്ന് പറയുന്നത് A+B+C/2 ആയിരിക്കും, സമ്മിൻ്റെ പകുതി. അതായത് 50 സൈഡ്സ് എന്ന് പറയുന്നത് 13 + 5 18 + 12. അപ്പോൾ 30/2 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല √S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C. ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് നമുക്ക് 15 കിട്ടി. S - A എന്ന് പറയുമ്പോൾ 15 - 13, അതായത് 2. 15 ഇൻറ്റു 2 ഇൻറ്റു പിന്നെ 15 മൈനസ് അടുത്ത സൈഡ് 10, 15 - 12 3. അപ്പോൾ 15 ഇൻറ്റു ഇത് ഇൻറ്റു ആണ്, 15 ഇൻറ്റു 2 30, 30 ഇൻറ്റു 10 300 ഇൻറ്റു 3 900, 900ൻ്റെ സ്ക്വയർ റൂട്ട് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതല്ല, ഇവിടെ നോക്കുക 13 5 12. ഇവിടെ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൂന്നാമത്തെ സൈഡ്. അതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസായിട്ട് 13 വരുന്നു, ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡായിട്ട് 5 വരുന്നു, ബേസ് 12. അപ്പോൾ ഹാഫ് BH വെച്ചും ചെയ്യാം. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5, അപ്പോൾ 6 ഇൻറ്റു 5 30. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് മാത്രമല്ല ഇങ്ങനെ ആപ്ലിക്കുള്ള ആളുകൾ, കാരണം ഹൈറ്റായിട്ട് ഈ ഒരു സൈഡ് വരുന്നുണ്ട്. സാധാ ഒരു ട്രയാങ്കിളാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നമ്മൾ വേറെ കണ്ടുപിടിക്കേണ്ടി വരും. മൂന്ന് സൈഡ് മാത്രം തന്നാൽ ഈ ഫോർമുല ആയിരിക്കും കൂടുതൽ ഉപകാരം. ഇനി കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. The Finance Commission is constituted under Article Dash of the Constitution of India. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 280 ആണ് ശരിയായ ഉത്തരം. ഹു ബിൽറ്റ് ദ താജ്മഹൽ? താജ്മഹൽ ബിൽറ്റ് ചെയ്തത് ആരാണ്? ഷാജഹാൻ. ദ pH ഓഫ് ലെമൺ ജ്യൂസ് ഈസ് എക്സ്പെക്റ്റഡ് ടു. ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ ലെമൺ ജ്യൂസിൽ ആസിഡ് ഉണ്ട്. ആസിഡിൻ്റെ pH വാല്യൂ <7 ആണ്. അപ്പോൾ ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ pH വാല്യൂ <7 ആണ്. ബിറ്റ്വീൻ 2 and 3 ആണ്. 2-നും 3-നും ഇടയ്ക്കാണ് ലെമൺ ജ്യൂസിൻ്റെ pH വാല്യൂ വരുന്നത്. അടുത്തത്, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ? സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിറ്റി ബംഗളൂരു ആണ്. കളർ ഓഫ് ദി യൂറിൻ ഈസ് യെല്ലോ ബിക്കോസ് ഓഫ്. യൂറിൻ്റെ കളർ യെല്ലോ കളറാകാൻ കാരണം എന്താണ്? യൂറോക്രോം ആണ് അതിൻ്റെ ആൻസർ.